നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിലെ അഭിമന്യ പിതാക്കന്മാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞായിരുന്നു, ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം നേരത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സ്വീകരിക്കാൻ വന്നായിരുന്നു. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി ഇവിടം വരെ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ആരും വരാതിരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. എങ്കിലും നിങ്ങളെല്ലാവരും ഇത്രയും താല്പര്യത്തോടെ വന്നതിനും സ്വീകരിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനത്തോടെ നമ്മുടെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതിനുശേഷം എന്തൊക്കെയാണ് പരിപാടികൾ? പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച പോകുന്നതിന് മുന്നേ എല്ലാ വർഷവും സാധാരണഗതിയിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആഘോഷങ്ങൾ ഉണ്ടെന്നറിയുന്നു. അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ ഭാരതത്തിലേക്കുള്ള സന്ദർശനത്തിനുള്ള സാധ്യതകളുണ്ട്. ഏത് സമയത്താണെന്നതിനെ പറ്റി നമുക്ക് വ്യക്തതയായിട്ടില്ല. 2025 ശേഷമാകാനാണ് കൂടുതൽ സാധ്യത. കാരണം 2025 ഈശോ ജനിച്ചിട്ട് 2025 ആകുന്ന ജൂബിലി വർഷമാണ്. അതുകൊണ്ട് റോമിൽ തന്നെ ധാരാളം പരിപാടികളുണ്ട്. പരിശുദ്ധ പിതാവ് റോമിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ നമുക്ക് അത് പിതാവിൻ്റെ ഒരു എത്രയും വേഗം ഉള്ള ഒരു യാത്ര തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ 3 ആഴ്ച കാലം. പ്രത്യേക സന്ദർശനങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇല്ല. ഞാൻ ഇവിടെ വന്ന് എല്ലാവർക്കും നന്ദി പറയുക, പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ രണ്ടുപേരെ വൈദികരായിട്ട് വാഴിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രാർത്ഥനയും എല്ലാവരുടെയും അനുഗ്രഹം ചോദിക്കാനും. ക്രിസ്മസ് കുടുംബത്തിനൊപ്പം ആയിരിക്കുമല്ലോ അല്ലേ? ക്രിസ്മസ് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ലൂർദ് പള്ളിയിലായിരിക്കും വിശുദ്ധ കുർബാന. ഞാൻ രാത്രിയിലത്തെ കുർബാന. അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ അതിരൂപതാ കേന്ദ്രത്തിലും പിന്നീട് കുറച്ച് സമയം കുടുംബാംഗങ്ങളോടും, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ പ്രീസ്റ്റ് ഹോമുണ്ട്, റിട്ടയറായിട്ട് ചെയ്ത വൈദികർ താമസിക്കുന്നു, അവരെയും പോയി കാണും. ഇവിടെ സ്ഥലമുണ്ട്. പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നു. 3 ആഴ്ച കേരളത്തിൽ തുടരുന്നത്. വിളിച്ചോ?